കോതമംഗലം മാർ ബേസിൽ സ്കൂളിൽ അധ്യാപക രക്ഷകർത്താ യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 വർഷത്തിലെ പ്രഥമ PTA യോഗവും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. PTA പ്രസിഡന്റ് സനീഷ് AS അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ലാൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അബി KM ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സംഭവമാണ് കൊടുങ്കാറ്റ്. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ ബഹുമാന്യനായ ശ്രീ VD സതീശൻ സാർ മുഖ്യമന്ത്രിയായതിനു ശേഷം, ശ്രീ രമേശ് ചെന്നിത്തല സാർ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ഈ കഴിഞ്ഞ ജൂൺ മാസം 2-ാം തീയതി ഓപ്പറേഷൻ തൂഫാൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിന്റെ ഭാഗമായ അതിഗംഭീരമായ ഒരു പ്രോജക്റ്റ്. അതിഗംഭീരമെന്ന് പറയാൻ കാരണമുണ്ട്. 4 അടിച്ചാൽ താങ്കമാട്ടെ 4 മാസം തൂക്കമാട്ടെ എന്ന് പാട്ടുപാടിയ വിജയിയെ നമുക്കറിയാം. വിജയുടെ ഏറ്റവും വിജയിച്ച ഒരു സിനിമയിലെ പാട്ടുകളാണ്. ഈ വിജയ് തമിഴ്നാട് CM കേരളത്തിൽ വന്നു. തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി അദ്ദേഹം ഇങ്ങനെ കാര്യക്ഷമമായി ചുരുങ്ങിയ നാൾ കൊണ്ട് ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച്, കഴിഞ്ഞ മാസം 20-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് 1 മാസവും 18 ദിവസവും പിന്നിട്ടപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയായ ലഹരി വിരുദ്ധ സന്നദ്ധ പ്രവർത്തനത്തിന്റെയും ലഹരി വിരുദ്ധ വേട്ടയുടെയും ഭാഗമായിട്ട് 7825 കേസുകൾ സംസ്ഥാനത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സമൂഹത്തിന്റെ പല പുറകളിലുള്ള ഒട്ടേറെ പേർ പ്രതിയാക്കപ്പെടുകയും അതിലൊക്കെ ഏറെ ക്വാണ്ടിറ്റി മയക്കുമരുന്ന്, ഡ്രഗ്സ്, മദ്യമായിട്ടും കഞ്ചാവായിട്ടും MDMA ആയിട്ടും പല സബ്സ്റ്റൻസ് ആയിട്ടും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഈ പിടിച്ചെടുത്ത ക്വാണ്ടിറ്റിയുടെ അളവല്ല, ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ എണ്ണമല്ല, രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ ബാഹുല്യമല്ല, അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ കോളേജുകളിലും ക്യാമ്പസുകളിലും വിവിധ കുടുംബയോഗങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും പുരോഹിതന്മാരുടെ ഇടയിലും മാതാപിതാക്കളുടെ ഇടയിലും എല്ലാം ചെല്ലുമ്പോൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ചുമട്ട് തൊഴിലാളികളിൽ നിന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരെ സമസ്ത മേഖലയിലുള്ള ആളുകളും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കേരള പോലീസിന്റെ അഭിമാന പദ്ധതിയെ പറ്റി അവർ വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം തോന്നുന്നു. മറ്റൊന്നുമല്ല, അതിസമർത്ഥമായ രീതിയിലാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വിശദമായി അതിലേക്ക് വരാം. അതിനു മുന്നേ എനിക്ക് താഴെ ഇറങ്ങി സംസാരിച്ചാലേ സംസാരം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ പ്രിയമുള്ളവരെ ഒരു 3 ടയർ സിസ്റ്റം ആയിട്ടാണ് ആഭ്യന്തര വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്ന്, തൂഫാൻ ഹണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാം. പുട്ട വിമലാദിത്യ എന്ന് പറയുന്ന ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ തൂഫാൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വിംഗ് ഉണ്ട്. ഓപ്പറേഷൻ തൂഫാൻ നാട്ടിലാകെ വീശിയടിക്കുന്ന സാഹചര്യത്തിൽ ലഹരി മാഫിയകളുടെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെ ദുരവസ്ഥകൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പങ്കുവച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിച്ച് ലഹരിക്കെതിരെ കൈകോർക്കാൻ സദസ്സിനെ ജാഗരൂകരാക്കി. വിവിധ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. സെൻസസ് ക്വിസ് 2026 ജില്ലാതല വിജയി ഋതിക സിനോജ്, കരാട്ടെ ദേശീയതല മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രിസ്റ്റീന റിൻസ്, ശിവാനി സുരേഷ് എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു. പ്രഥമ അധ്യാപിക ബിന്ദു വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജിബി ചെറിയാൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സീനിയർ അധ്യാപികമാരായ രഞ്ജിനി തോമസ്, സിനി PV, ഷാമി ചെറിയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.